അവൻ ചെയ്യാത്ത കുറ്റത്തിന് പോലീസുകാർ അവനെ അക്യൂസ് ചെയ്യുകയും അവനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. എന്നിട്ട് അവനെ നല്ല രീതിയിൽ ടോർച്ചർ ചെയ്യുകയും ഉപദ്രവിക്കുകയൊക്കെ ചെയ്യുകയാണ്. അവനെ നല്ല അടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അത് കാരണം അവൻ്റെ ദേഹത്ത് നല്ല മുറിവൊക്കെ പറ്റുന്നുണ്ട്. അവൻ്റെ ബോയ് ഫ്രണ്ട് അവനെ രക്ഷിച്ച് കൊണ്ടുവരികയാണ്. അതിനുശേഷം അവൻ്റെ മുറിവിലൊക്കെ നല്ല രീതിയിൽ കെയർ കൊടുക്കുകയും ഫസ്റ്റ് എയ്ഡൊക്കെ ചെയ്ത് കൊടുക്കുകയും മരുന്നൊക്കെ വെച്ച് കൊടുക്കുകയൊക്കെ ചെയ്യുകയാണ്. അവന് വല്ലാത്ത ഗിൽറ്റും അതുപോലെ തന്നെ വിഷമമൊക്കെ തോന്നുന്നുണ്ട്. അവനെ കറക്റ്റായിട്ട് പോലീസ് സ്റ്റേഷനിൽ നിന്ന് റിലീസ് ചെയ്യാൻ പറ്റാത്ത വിഷമമൊക്കെ അവന് തോന്നുന്നുണ്ട്. അവനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റാത്ത വിഷമവും ഗിൽറ്റൊക്കെ അവനുണ്ടാവുന്നുണ്ട്. അപ്പോൾ അവൻ്റെ ബോയ് ഫ്രണ്ട് പറയാണ്, നീ ഇപ്പോൾ എൻ്റെ മുറിവിന് ട്രീറ്റ് ചെയ്യുകയും എന്നെ നന്നായിട്ട് കെയർ ചെയ്യുന്നില്ലേ, അത് തന്നെ നീ എനിക്ക് ചെയ്യുന്ന വലിയൊരു ഹെൽപ്പാണ്. അതുകൊണ്ട് നീ അതൊന്നും ആലോചിച്ച് വിഷമിക്കേണ്ട ആവശ്യമില്ല. നിൻ്റെ ഹെൽപ്പ് തന്നെയാണ് നീ എനിക്ക് ചെയ്ത വലിയ കാര്യം എന്നൊക്കെ അവൻ പറയുന്നുണ്ട്. എങ്കിലും ഇവന് അതൊന്നും ആശ്വാസമാവുന്നില്ല. അവന് നല്ല വിഷമവും സങ്കടമൊക്കെ വരുന്നുണ്ട്. അവന് മുറിവുണ്ടായ ഭാഗം കാണുമ്പോൾ ഇവന് വീണ്ടും വിഷമം വരുന്നുണ്ട്. അതിനുശേഷം ആ മുറിവിലൊക്കെ മരുന്ന് വെച്ച് കൊടുക്കുകയും അവന് കഴിക്കാൻ ഫുഡൊക്കെ കൊടുക്കുകയും മെഡിസിൻ കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. എന്നിട്ട് അവനെ കിടത്തുകയും ഉറക്കുകയൊക്കെ ചെയ്യുകയാണ്. നല്ല ജെൻറ്റിലായിട്ട് തന്നെ അവനെ കെയർ ചെയ്യുന്നുണ്ട്. ഓരോ കാര്യങ്ങളും വളരെ ശ്രദ്ധയോടുകൂടി അവൻ ചെയ്യുകയാണ്. അവന് വേദനിക്കാതിരിക്കാൻ ഇവൻ മാക്സിമം ശ്രമിക്കുന്നുണ്ട്. മുറിവിൽ മരുന്നൊക്കെ വയ്ക്കുന്ന സമയത്ത് അവന് നല്ല പെയിനൊക്കെ ഉണ്ടാകുന്നുണ്ടെങ്കിലും ഇവന് വിഷമാവണ്ടെന്ന് കരുതിയിട്ട് ആ പെയിനൊക്കെ അവൻ സഹിക്കുകയാണ്. അതുപോലെ ഇവൻ്റെ സ്നേഹവും ആ കെയറിങ്ങും ഒക്കെ ഇവന് ഒരുപാട് സന്തോഷം കൊടുക്കുകയും അവനത് നല്ല രീതിയിൽ എൻജോയ് ചെയ്യുന്നുണ്ട്. അവൻ ആ ഒരു പെയിൻ ഉണ്ടെന്നുണ്ടെങ്കിലും ഇവൻ്റെ ആ ഒരു സ്നേഹവും കെയറും ഒക്കെ ഇവന് നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അവൻ്റെ ഈ ഒരു അവസ്ഥ കണ്ടിട്ട് ഇവന് വളരെയധികം കുറ്റബോധം തോന്നുകയാണ്. അവന് നല്ല രീതിയിൽ സങ്കടമൊക്കെ വരുന്നുണ്ട്. എന്നാലും അവനെ വിഷമിക്കേണ്ടെന്ന് കരുതിയിട്ട് ഇവൻ പുറത്തൊന്നും കാണിക്കാതെ അവനെ കെയർ ചെയ്യുകയാണ്. ഇവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും എന്ന് ഇവർക്കറിയാം. എന്നാലും അവരതൊക്കെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് റെഡിയാണ്. പക്ഷേ ഒരുപാട് പ്രശ്നങ്ങൾ ഇവരുടെ റിലേഷനിലുണ്ട്. കാരണം അവനിരിക്കുന്ന ആ ഒരു പൊസിഷൻ തന്നെയാണ് ഇതിൻ്റെ മെയിനായിട്ടൊരു കാര്യം. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു കരുതുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. താങ്ക് യു.